കുടുംബവിളക്കിലെ രോഹിത് അല്ലേ? ആദ്യ സീരിയൽ ഇണക്കം പിണക്കം. അതെ അല്ലേ? അതെ. ബ്രേക്ക് കിട്ടിയത് ജ്വാലയായി. ഇങ്ങനെയാണല്ലോ റൂട്ടിങ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം? എവിടെയാണ് ജനനം? ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ്. നെടുമ്പങ്ങാട് അവിടെയാണ് ജനിച്ചത്. ഞാൻ അവിടെ കൃഷ്ണൻകോവിൽ ഒരുപാട് പാടിയിട്ടുണ്ട്. അവിടെയാണ് ജനിച്ചതൊക്കെ. പഠിത്തം ഒക്കെ അവിടെയായിരുന്നു. സ്കൂളിംഗ് അവിടെയായിരുന്നു. അരുവിക്കര സ്കൂളിലാണ് ഞാൻ. അരുവിക്കര നമ്മുടെ ഡാമൊക്കെ ഉള്ള സ്ഥലം അവിടെയാണ് ഹൈസ്കൂൾ വരാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ MG കോളേജിലായിരുന്നു പ്രീ ഡിഗ്രിയും ഡിഗ്രിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെന്റൽ ഇതിനു വേണ്ടി MBBS. അതെ, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത്, അപ്പോൾ പ്രീ ഡിഗ്രി ആണല്ലോ, പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് മെഡിസിൻ എൻട്രൻസ് ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ ശേഷം 1-2 റൗണ്ട് എഴുതിയപ്പോൾ BVSC കിട്ടി, ഒരു പ്രാവശ്യം വെറ്ററിനറി കിട്ടി, ഒരിക്കൽ ഹോമിയോ കിട്ടി. അപ്പോൾ എനിക്ക് അപ്പോൾ ഈ BDSലേക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, ഡെന്റൽ ഒരു. അപ്പോൾ 2 പ്രാവശ്യം കിട്ടണ്ടായപ്പോൾ പിന്നെ ഞാൻ പിന്നെ തമിഴ്നാട് സേലത്ത് പോയിട്ട് അവിടെ ആണ് BDS പഠിച്ചത്. വാശിയായിരുന്നു എന്തായാലും, ഞാൻ പല്ല് പറിക്കുമെന്നൊരു വാശിയല്ലേ. എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, പുള്ളിയാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ. പുള്ളി ഡെന്റൽ ഡോക്ടർ, പുള്ളിയാണ് നമ്മളെങ്ങനെ അതിലേക്ക് കൊണ്ടുവന്നതൊക്കെ പുള്ളിയാണ്. എന്നാൽ ഇപ്പോഴും പുതിയ മേഖലകൾ തേടി പോകുന്നുണ്ടല്ലേ? അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ കോഴ്സ് ചെയ്യും. ചിലപ്പോഴൊക്കെ നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോഴേ പണ്ടൊക്കെ വായനയ്ക്ക് ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും പൂർണ്ണമായിട്ട് ഇല്ല. മൊബൈലൊക്കെ വന്ന ശേഷം അങ്ങനെ പുസ്തക വായനയെല്ലാം കുറച്ച് കുറവാണ്. പത്രവായന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് പഠിച്ചാൽ കൊള്ളാൻ തോന്നും. അപ്പോൾ ഇടയ്ക്കൊരു കോഴ്സൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇപ്പം ഏതാണ് ലേറ്റസ്റ്റ് ആയിട്ട്? ഞാനിപ്പോൾ ഒരു MBA ചെയ്യാൻ തുടങ്ങി. തൊട്ട് മുന്നേ ഒരു MHA ചെയ്തു. അതിന് മുമ്പേ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്തു. ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടും? അല്ല, ഡേസ്കോ നമുക്ക് ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, കേരള യൂണിവേഴ്സിറ്റി തന്നെ. അപ്പോൾ അങ്ങനെ എടുക്കുന്നേ നമുക്ക് ഡെയിലി പോയിട്ട്. എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശം? പ്രത്യേകിച്ച് അതുകൊണ്ട് നമുക്ക് ലൈഫിൽ അങ്ങനെ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഒരു കാര്യങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കാം. പിന്നെ അതൊരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയിട്ട് കോണ്ടാക്ട് ക്ലാസ് ഉണ്ടാവും. നമ്മൾ ഈ ഇതാണെങ്കിലും കറസ്പോണ്ടൻസ് ആണെങ്കിലും കോണ്ടാക്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ കുറേ പിള്ളേരെ കാണാം, ചെറുപ്പക്കാരെ കാണാം. എങ്ങനെയാണ് ഈ ഇതിനകത്ത് ഈ സീരിയൽ അഭിനയത്തിലോട്ട് വന്നത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ഇത്തരം കാര്യങ്ങളോട് ഭയങ്കര മോണാക്ട്, മിമിക്രി, വര, എഴുത്ത്, ഇങ്ങനെ എല്ലാത്തിലും. ഇപ്പോഴും ചെയ്യാറുണ്ടോ ഈ മിമിക്രി ഒക്കെ? മിമിക്രി ഒന്നും ഇപ്പോൾ ചെയ്യാറില്ല. സ്കൂളിൽ ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അന്ന് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പാട്ടിനൊക്കെ ചേരും. പാടാനൊട്ടും അറിയില്ല, അത് ഇപ്പം ബോധ്യപ്പെടും അത്. അപ്പോൾ എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടീച്ചർ എന്നെ വലിയ കാര്യമാണ്. അത്യാവശ്യം പഠിക്കുകയും ചെയ്യും. ഫ്രണ്ട് ബെഞ്ചിലൊക്കെ പാവം പോലെ പോയി ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ പുള്ളിക്കാരിയെ പേര് കൊടുക്കുക. ഷാജുവൻ പിന്നെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി ടീച്ചർ എന്ന് പറയും. എല്ലാത്തിനും പേര് കൊടുക്കുക. അത് കുഴപ്പമുണ്ടായിരുന്നില്ല, നമ്മുടെ സ്കൂളിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവിടുന്ന് പ്രൈസ് കിട്ടുന്ന ആൾക്കാരെ സബ് ജില്ലാ കലോത്സവത്തിൽ ഒരുപാട് വരും. അങ്ങനെ ഇതൊരു ഭയങ്കര. അപ്പോൾ ശാസ്ത്രീയ സംഗീതത്തിന് ടീച്ചറിൻ്റെ പേര് കൊടുത്തു. എനിക്ക് എന്താന്ന് പോലും അറിയാത്ത ഇപ്പോഴും. അപ്പം ഞാൻ സബ് ജില്ലാ കലോത്സവം ചെന്നപ്പോൾ ശാസ്ത്രീയ സംഗീതം നോക്കുമ്പം എല്ലാവരും മൈക്ക് താഴെ വെച്ച് താഴെ ഇരുന്നിട്ട് ഇങ്ങനെ അടിക്കുക. അപ്പോൾ എൻ്റെ വിചാരം അതുപോലെ അതൊരു സുഖമില്ല, പാട്ടെല്ലാം ശാസ്ത്രീയ ഇങ്ങനെ പാടുകയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ തന്നെ അടിക്കും പ്രൈസ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെന്നു. എൻ്റെ നമ്പർ വന്നു, ചെസ്റ്റ് നമ്പർ 12 വിളിച്ച് ഞാൻ ചെന്നപ്പോൾ അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് മൈക്കൊന്ന് പൊക്കി വെക്കാൻ പറഞ്ഞു. അയാൾ മൈക്ക് പൊക്കി വെച്ചു. ടീച്ചർ ദൂരെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്ത ഒറ്റടി. അപ്പൊ ടീച്ചർ അപ്പൊ ഫ്രണ്ടിലിരുന്ന ജഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ, അവരെ കളിയാക്കുന്ന പോലെ, അവരൊക്കെ കളിയാക്കുന്ന പോലത്തെ ഒരു പ്രതീതിയാണല്ലോ. ഇതൊന്നും പോരാത്തുണ്ട്. പ്രൈസ് കിട്ടാൻ നേരത്തെ ടീച്ചറും ഞാനും കൂടി പ്രൈസ് ശാസ്ത്രീയ സംഗീതം അനൗൺസ് ചെയ്യുമ്പോൾ ഷാജു ഒന്നുകൂടി ഞാൻ വിളിച്ചുകൊണ്ട് പോയി നിൽക്കുക. പുള്ളിക്കാരിക്കും അറിയത്തില്ല ശാസ്ത്രീയ സംഗീതം. അപ്പം ഞാനൊരു അത്തരം കാര്യങ്ങൾക്കൊന്നൊരു മടിയില്ലാത്ത ആളായിരുന്നു ആ സമയത്ത്. എല്ലാത്തിലും ചേരുമായിരുന്നു, പക്ഷെ വരയും എഴുത്തും ഒക്കെ കുറച്ച് നന്നായിട്ട് ചെയ്യുമായിരുന്നു. എന്തായാലും ശാസ്ത്രീയ സംഗീതം ടീച്ചർക്ക് പറഞ്ഞുകൂടാ, സ്റ്റുഡൻറ്റ് പറഞ്ഞുകൂടാ. അപ്പം എന്തായാലും ഈ പാടിയത് വെച്ച് നോക്കിയിട്ട് ഒരു ജ്ഞാനമുണ്ട്. നമുക്ക് അതിലങ്ങ് തുടങ്ങിയാലോ? പാടാനാണ് ഒട്ടും പറ്റാത്തൊരു. ആ ഒന്നാനാം കുന്നിൽ നന്നായിരുന്നു. അയ്യോ, നമുക്ക് 4 വരിയാകാം. പാടാൻ ഒട്ടും ജ്ഞാനമില്ല. അന്ന് ഈ പാട്ട് അന്നും ഇന്നും ഞാൻ ടി വിയിൽ കാണുമ്പോൾ പോലും ഞാൻ ആ നാണക്കേട് കൊണ്ട് നമ്മളിങ്ങനെ അതൊക്കെ അത് നമുക്കങ്ങ് തീർക്കാം. ഇവിടെ ഇന്ന് വീണ്ടും നാണം കട. എനിക്ക് പാടാൻ ഒട്ടും കഴിവില്ല ശരിക്കും. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളി വീടുണ്ടാക്കി.
ഇതിപ്പോ പാടുമ്പോഴൊരു ഭയം ഉണ്ടല്ലോ. ഭയങ്കര ഭയം. പാടുമ്പോൾ എനിക്ക് ആ ഓർമ്മ വരും. നമുക്ക് കഴിവില്ലാത്തൊരു സാധനം ചെയ്യുമ്പോഴേ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു സദസ്സിലൊക്കെ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ വിവരമുള്ള ആൾക്കാരുടെ മുന്നിലിരുന്ന് നമുക്കറിയാത്തൊരു കാര്യം പ്രസംഗിക്കുക എന്ന് പറയുന്ന പോലെ ചേട്ടന്റെ മുന്നേ വന്നിട്ട് പാടാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഇങ്ങനെ വിറയ്ക്കും. നമ്മൾ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ സീനിയർ ആർട്ടിസ്റ്റ് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇവിടെ വളരെ നമ്മൾ ജോവിയലായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി തുറന്നു പോകുന്നു. ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാല് ഈ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴേ ചേട്ടാ രണ്ടൊരു പാടാന്ന് ചോദിക്കും. അവർ ഇങ്ങനെ കാണിച്ചങ്ങ് നിൽക്കും. ഇത് വരുന്നതോടുകൂടി അവർക്ക് മനസ്സിലാവും. ഇല്ല നന്നായിട്ട് പാടി കേട്ടോ, മോശമൊന്നുമില്ല.